നമസ്കാരം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, റിഫാം മെഹ്നുവിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് നമ്മൾ ഇന്ന് പുറം ലോകം അറിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ജനങ്ങൾ നിശബ്ദരായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു കൊലപാതകമായിരുന്നു, അത് നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു. ഇതാര് നടത്തി എന്നുള്ളത് തൊട്ട് എല്ലാം ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ആ വീഡിയോ ഇവിടെ വെച്ച് തരാം. എന്തുകൊണ്ട് ജനങ്ങൾ നിശബ്ദരായിട്ടിരിക്കുന്നു? ഈ ഇത്രയിലൊരു സംഭവം നമുക്ക് നമ്മുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടാകാം. ഇതിനെ നമ്മൾ ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ മറക്കരുത്. നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച്. നമ്മൾ ഇന്ന് തടഞ്ഞാലേ നാളെ നമുക്കും ഈ അവസ്ഥ വരാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രതിഷേധിച്ചിരിക്കണം. കാസർഗോഡിന്റെ അഭിമാനമായ ഖാദറാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സത്യങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാനാണ് ആ സഹോദരനോട്. ഞാൻ എന്നേ പറഞ്ഞതാണ് ഇത് നടന്നിരിക്കുന്നത് കരാമയിലാണ്, ദുബായിലാണ് ഇത് നടന്നിരിക്കുന്നത്. അവിടം തൊട്ട് തുടങ്ങണം നമ്മൾ. ഏതാണ്ട് 3-4 വർഷം മുൻപേ നടന്നതാണ് ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കള്ളക്കഥ. ഇതൊരു കൊലപാതകമായിരുന്നു. നമ്മുടെ കോർട്ടോ ഈ പോലീസോ ഒന്നും ശിക്ഷ കൊടുക്കുന്നില്ല. ഇന്നേക്ക് 3 വർഷം കഴിഞ്ഞു. ആ ഒരു സഹോദരിക്ക് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല. നമ്മൾ ജനങ്ങളാണ് ഇനി ശിക്ഷിക്കേണ്ടത്. ആ ഒരു കൊലപാതകം ചെയ്തവനെ, ആ കുറ്റകൃത്യം ചെയ്തവനെ നമ്മളാണ് ശിക്ഷിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയെങ്കിലും നമ്മൾ നീതി മേടിച്ചു കൊടുക്കണം ആ റിഫാം മെഹ്നു എന്ന് പറഞ്ഞ സഹോദരിക്ക്. ആ അനീതിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. നമ്മുടെ മോളാണ്, നമ്മുടെ കൊച്ചു മോളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഒട്ടും വൈകിക്കുന്നില്ല, ഞാൻ ആ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ സമയം എനിക്ക് വിലപ്പെട്ടതാണ്. എനിക്ക് കിട്ടിയ വിശദാംശങ്ങളും എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസും ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണിക്കും. നിങ്ങളുടെ ഓരോ സമയം എനിക്ക് വിലപ്പെട്ടതാണ്. അതായത് എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഈസ് ബോസ് എന്നുള്ളത് തന്നെയാണ്. വ്യൂവേഴ്സ് ഈസ് മൈ ബോസ്. അപ്പോൾ നിങ്ങളുടെ സമയം എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ സ്ട്രൈറ്റ് ആ വീഡിയോയിലോട്ടാണ് പോകുന്നത്. അഡ്വക്കേറ്റ് പറയുന്നത് ആണ് ഖാദർ ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നത്. വെറും ഖാദർ ചുമ്മാ പറയുമല്ല, ഇത് അഡ്വക്കേറ്റ് ലീഗലി ആണ് ഇത് പറയപ്പെടുന്നത്. ഇതൊരു കൊലപാതകമാണെന്നുള്ളത്. അപ്പോൾ ഇതിന് വേറെ ആരുടെയും റിട്ടൺ എസ് അല്ലെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഇത് പറയുന്നത് ലീഗലിയാണ്. എന്നിട്ട് പോലും ശിക്ഷ ഉറപ്പാക്കുന്നില്ല ഈ കുറ്റകൃത്യം ചെയ്ത ആളെ. എന്തുകൊണ്ട്? നമ്മൾ ജനങ്ങൾ ഇനി നിശബ്ദരാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് ആ വീഡിയോയിലോട്ടാണ് പോകുന്നത്. നമുക്കും പറയാനുണ്ടല്ലോ വക്കീലെ, ഈ കേസിൽ നമ്മളും കൂടി പറയേണ്ടതാണല്ലോ പാപ്പി. ഈ ഒരുപാട് യാതനകൾ, ഒരുപാട് വേദനകൾ താണ്ടിയ 4 വർഷങ്ങൾ. ആ 4 വർഷത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് സത്യമെന്ന് പൊതുജനം ഇന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്കും കുറച്ച് പറയാനുണ്ട്. വക്കീലെ, എന്താ വക്കീലെ ഈ കേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരിടുകയുണ്ടായി വക്കീലെ. ഒന്നാമത്തെ കാര്യം, ഈ പോലീസ് ഇതുവരെ ദുബായിൽ പോയി അന്വേഷണം നടത്തിയില്ല. അതൊക്കെ ഒരു പോലീസിന്റെ വലിയ വീഴ്ചയല്ല വക്കീലെ. ഒന്നാം മൈക്ക് അടുത്ത് വെച്ചാൽ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മളതിൽ ഞാൻ ദുബായിൽ പോയി ഞാൻ ആ റൂം കണ്ടു. ഞാൻ ആ റൂം കണ്ട സമയത്ത് അവിടെ ഒന്നാമത് ഉക്കില്ല, മേലെ തൂങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് വേണം. ഫാൻ ഇല്ല ആ റൂമിൽ. പിന്നെ അത് കൂടാതെ തന്നെ റൂഫ് കുറച്ചും കൂടി സാധാ നോർമൽ ഹൈറ്റ് അല്ല, ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. റിഫറിനെ സംബന്ധിച്ചോളം വളരെ ഹൈറ്റ് കുറവാണ്. ഒരു സാധാ ബെഡ് നിന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു രീതിയിലും തൂങ്ങാൻ പറ്റില്ല. ഇനി സ്റ്റൂൾ വെച്ച് കയറിയാൽ തന്നെ ഒരു സാധാരണ ഹൈറ്റിൽ ഒരാൾക്ക് എത്താൻ പറ്റില്ല. അല്ല വക്കീലെ, ഈ സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ നമ്മൾ ഇത് ആത്മഹത്യ ആണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം, ദുബായ് പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞല്ലോ ഇത് സൂയിസൈഡ്, ഇത് മേർഡർ ആണെന്നോ സൂയിസൈഡ് ആണെന്നോ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അവർ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംശയം ഉണ്ടായിരുന്ന വക്കീലെ, അന്ന് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളത്. അതൊക്കെ നമ്മൾ അന്ന് പൊളിച്ചതാണില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സംഭവസ്ഥലം മഹസർ ഒരു കേസിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ഥലത്ത് വടക്കെന്ത്, തെക്കെന്ത്, കിഴക്കെന്ത്, പടിഞ്ഞാറെന്ത് എന്നുള്ളത്, ആ റൂമിലുള്ള ഓരോ സാധനങ്ങളും ഞാൻ പോയി കണ്ടിട്ട് കാര്യമില്ല. പ്രോസിക്യൂഷൻ അവർ തന്നെ പോകണം. ഇവിടുന്ന് ലോക്കൽ പോലീസ് അവിടെ ചെന്ന് സംഭവസ്ഥല മഹസർ എഴുതിയ മാത്രം. ഞാൻ പറഞ്ഞ ഉക്കിൻ്റെ കാര്യമല്ലേ, അത് സ്പെസിഫിക് ആയിട്ട് കോടതിയിലെത്തണം. അതിനെത്തണമെങ്കിൽ അവിടെ പോകണം. ഇപ്പം നമുക്ക് ഈ കേസ് ഇപ്പോൾ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കിട്ടുമായിരുന്നു. ഇപ്പം അവരെ തൊട്ടടുത്തുള്ള ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് മലയാളികളുണ്ട്. ഇത് കറാമയിലുള്ളൊരു പഴയ ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ 2 റൂമൊന്നുമില്ല. ഒരു ഹാളിൽ തന്നെയാണ് റൂം. ഒരു സ്റ്റുഡിയോമായിട്ടൊരു സംഭവമാണ്. അവിടെ ആ സമയത്ത് മെഹനാസ് മാത്രമല്ല, ആ റൂമിൽ ജംഷാദ് ഉണ്ടായിരുന്നു. അത് കൺഫേമാണ്. തൊട്ടടുത്ത ആളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നതും പോയതും എല്ലാത്തിനും ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജംഷാദ് ആക്ച്വലി പോലീസിന് മെഹനാസ് അന്ന് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ആക്ച്വലി ഈ കേസ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് അടക്കം വരാനുള്ള കാരണം ഉണ്ടായത്. വക്കീലെ, നമുക്ക് തുടർന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും വക്കീലെ? ഈ കേസിൽ
ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ FIR ഇട്ടു, കേസ് രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ എനിക്കത് ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സഫയുടെ സ്റ്റേറ്റ്മെൻറ്റും, സഫേനെ വിളിച്ചിരുന്നു, സഫയുടെ വക്കീലും ഞാൻ തന്നെയാണ്. സഫയുടെ സംസാരിച്ച് നോക്കുമ്പോൾ അവരുടെ പല സ്റ്റേറ്റ്മെൻറ്റും റിഫയുടെ സ്റ്റേറ്റ്മെൻറ്റും സെയിം തന്നെയാണ്, കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ആണുങ്ങളെ അടിക്കുന്ന പോലെയാണ് എന്നെ അടിക്കുന്നത്. ഇത് തന്നെയായിരുന്നു റിഫയും പറഞ്ഞത്. ഇത് തന്നെയാണ് റിഫ. എന്തു അവസ്ഥയല്ലേ ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉള്ളത്. ഭയങ്കര തന്നെ. ആ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടോ, അവർ എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടാണ് ആ ഒരു മോളെ വളർത്തിയെടുത്തത്, പഠിപ്പിച്ചും എന്തെല്ലാം കഷ്ടപ്പാടുകളും ത്യാഗങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർ ആ മോളെ പഠിപ്പിച്ച് വലുതാക്കിയത്. എന്നിട്ട് ഇങ്ങനെ ഒരുത്തൻ വന്നിട്ട്, ഒരു രാക്ഷസൻ വന്നിട്ട് ഇല്ലാതാക്കിയത് ഒരിക്കലും അവൻ ഗുണം പിടിക്കുകയല്ലെന്ന് ഞാൻ പറയുവാണ്. വക്കീലാണ് പറയുന്നത്. അതുമല്ല, ഞാൻ പറഞ്ഞു റീ ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടെന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു കരാമ ദുബായ് തൊട്ടാണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അതേ കാര്യം തന്നെ ഇവിടെ സംഭവിച്ചു. നാട്ടിൽ നിന്ന് ഒരു ലോക്കൽ പോലീസ് ഇവിടെ എത്തിച്ചേരണം. കാരണം ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ, ഒരു വെളിയിൽ നിന്നൊരു റെസിഡൻറ്റ് ഇവിടെ ഉള്ളപ്പോൾ അവരുടെ കാര്യം നോക്കാൻ നമ്മുടെ കേരള പോലീസ് തന്നെ ഇവിടെ വരണം, അല്ലാതെ പറ്റത്തില്ല. കാരണം ഇവിടെ നിന്നുള്ള ലീഗലി ഉള്ള ഇപ്പം പോസ്റ്റ്മോർട്ടങ്ങളൊക്കെ ചെയ്യും. ബാക്കി പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ അത്ര ശക്തമായിട്ട് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അതിനൊരു അധികാരികൾ വരണം, എന്നാൽ തന്നെ അതിന് ഒരു ആക്കം നടക്കുകയുള്ളൂ എന്നുള്ളത് ശരിയാണ്. കൂടെ ഈ ഒരു കരാമയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പോലും ഫാനില്ല. കാരണം ദുബായിൽ അറിയാലോ, ഭയങ്കര ചൂടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കാരണം ഫാന് കൊണ്ടൊന്നും നടക്കത്തില്ല. AC തന്നെയാണ് മോസ്റ്റ്ലി എല്ലാ അപ്പാർട്ട്മെൻറ്റിലും. കരാമയിൽ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ബിൽഡിങ്ങിൽ പോലും, ഈ സംഭവ സ്ഥലം നടന്ന ബിൽഡിങ്ങിൽ അവിടെ ഫാനില്ല, AC മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ തൂങ്ങി മരിച്ചിരിക്കുന്നത്? അത് തന്നെയാണ് ഒരു കള്ളം. തൂങ്ങി മരിച്ചിട്ടില്ല, അവിടെ വേറെ ഏതോ രീതിയിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള നീതി കിട്ടും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതൊരു കൊലപാതകമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഞാൻ ചെന്ന് നോക്കിയിട്ടുണ്ട്. നോക്കിയതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു ഹുക്കില്ല, ഫാനില്ല, തൂങ്ങാൻ വേണ്ടി ഒരു കാര്യങ്ങളും അവിടെ ഇല്ല, ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ല. അപ്പം പിന്നെ എങ്ങനെ തൂങ്ങി? അതൊരു പച്ചക്കള്ളമായിരുന്നു എന്നുള്ളത് അഡ്വക്കേറ്റിന് നാട്ടിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ തന്നെ എനിക്ക് കരാമയിലുള്ള ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ലോജിക്ക് നമ്മൾ നോക്കിയാൽ പോലും ഒരു ബിൽഡിങ്ങിൽ പോലും അവിടെ ഫാനിൻ്റെ ഹുക്കോ ഫാനോ ഇല്ല. ഇതൊരു പച്ചക്കള്ളം തന്നെയാണ്. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ആ വീഡിയോ? എനിക്കൊട്ടും സഹിക്കുന്നില്ല ആ വീഡിയോ കണ്ടു നിൽക്കാൻ പോലും. ആ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഭയങ്കര തന്നെ. എനിക്ക് അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ നമ്മുടെ മരണപ്പെട്ടു പോയ റിഫ മെഹ്നൂന് നിത്യശാന്തിയും സമാധാനവും നീതി കിട്ടുന്നവരെ നമ്മൾ ഇതിന് പ്രൊട്ടസ്റ്റ് നടത്തിയിരിക്കും. ഇതിനുള്ള ബാക്കിയുള്ള വിശദാംശങ്ങളുമായിട്ട്, ഇതിനുള്ള ബാക്കി എവിഡൻസുമായിട്ട് ഞാൻ ഇതിൻ്റെ കാര്യത്തിന് ഞാൻ തുടർന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സിന് എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സീ യു സൂൺ ഗൈസ്, ബൈ.